PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC 2024 ആൻഡ് LGS 2024 വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ ഇതാ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നു മുതലാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം 3 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 10 മണിക്ക് ഒരു GK ടോപ്പിക്കിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. രാത്രി 8 മണിക്ക് ലൈവായിട്ട് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും കൃത്യമായി ഈ 3 ക്ലാസ്സുകളും ഫോളോ ചെയ്ത് നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ ഞായറാഴ്ച ഒരു ദിവസം രാത്രി 8 മണിക്ക് റിവിഷൻ ഉണ്ടായിരിക്കും. ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും LDC, LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല രീതിയിൽ ഒരു റാങ്കിലോട്ട് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്, നിങ്ങളും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ നോട്ടും പെന്നും കയ്യിൽ വെച്ചിട്ട് വേണം ക്ലാസ് കേൾക്കാനായിട്ട്. ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ ടെലഗ്രാം വഴിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകുന്നത്. പിന്നെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മളൊരു ലൈവ് വന്നായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് എനിക്ക് മെസ്സേജസ്, പേഴ്സണൽ മെസ്സേജസ് ഒക്കെ ആയിട്ട് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നത്. റാങ്ക് ഫയൽ വാങ്ങിക്കണോ മിസ്സേ, റാങ്ക് ഫയൽ വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, റാങ്ക് ഫയൽ കയ്യിലില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പേരൊക്കെ ആണെങ്കിൽ ഞാൻ റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ട് ഒരു ഗിവ് അവേ പോലെ നിങ്ങൾക്ക് തന്നാലോ എന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് വരുന്ന മെസ്സേജസ് ഒരുപാടാണ് കേട്ടോ. ഒരു ദിവസം 100-150 മെസ്സേജൊക്കെയാണ് നമുക്ക് റാങ്ക് ഫയൽ ഇല്ല എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും റാങ്ക് ഫയൽ വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓരോ ദിവസവും നമ്മൾ പഠിപ്പിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നും ഉള്ളത് നമ്മൾ ക്ലാസ് എടുക്കും. ക്ലാസ് കേട്ട് നോട്ട്സ് തയ്യാറാക്കുക. ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്ത് വരുന്ന റാങ്ക് ഫയലിൽ പഠിക്കേണ്ട ഭാഗം ഞാൻ ഒരു PDF ആക്കിയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം വഴി ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ക്ലാസ് കേട്ട് നോട്ട്സ് തയ്യാറാക്കിയതിന് ശേഷം അതിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ റാങ്ക് ഫയലിൽ പഠിക്കാൻ വേണ്ടി പറയുന്ന പോർഷൻസ് ഞാൻ തന്നെ PDF ആയിട്ട് ഇട്ട് തന്നേക്കാം. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് കാലത്ത് 10 മണിയുടെ ക്ലാസ് കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല, നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഇനി അങ്ങോട്ട് ലേറ്റ് ഒന്നും ആവില്ല. ഇനി കൃത്യസമയത്തായിരിക്കും. കാലത്ത് 10 മണിക്ക്, ഉച്ചയ്ക്ക് 1 മണിക്ക്, രാത്രി 8 മണിക്ക്. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് 6 മണിക്കായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക, കാലത്ത് 6 മണിക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ ക്ലാസ് കേട്ട് നോട്ട്സ് തയ്യാറാക്കണം. പിന്നെ അതിൻ്റെ പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ റാങ്ക് ഫയലിൻ്റെ PDF ഇട്ട് തരുമ്പോൾ അതിലുണ്ടായിരിക്കും. അപ്പോൾ അതും കൂടെ വായിച്ച് ആ നോട്ടിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. ഒരു ദിവസം എടുക്കുന്ന എല്ലാ ടോപ്പിക്സും അന്ന് തന്നെ നിർബന്ധമായും ക്ലാസ് കണ്ട് PDF ഇട്ട് തരുന്നത് വായിച്ച് നോട്ട്സ് തയ്യാറാക്കി പഠിച്ചിരിക്കണം. അന്ന് രാത്രി തന്നെ ആ പറയുന്ന 2 ക്ലാസ്സാണ് നമ്മളിപ്പോൾ ഒരു ദിവസം ഇടുന്നത്. 2 ക്ലാസ്സിൻ്റെയും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ദിവസം തന്നെ ഒരു തവണ റിവിഷനും കൂടെ ചെയ്തിട്ട് വേണം നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും ഫോളോ ചെയ്യുക. അപ്പോഴാണ് നമ്മൾ പറയുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി വൈകാതെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്സ് ആണ് കേട്ടോ. നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് ഓരോ വിഷയങ്ങളായിട്ട് എടുത്തു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്കാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ മാത്സിൻ്റെ ക്ലാസ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മാത്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള സംഖ്യകളും അടിസ്ഥാന ക്രിയകളും LDCക്കാണെങ്കിലും LGSനാണെങ്കിലും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഭാഗമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ബേസിക് മുതലുള്ള കാര്യങ്ങൾ തൊട്ട് ഒട്ടും അറിയാത്തവരെ കൂടെ കൺസിഡർ ചെയ്തിട്ട്, ചിലപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലോ, ഇത്രയും ചെറുതൊക്കെ പറഞ്ഞു തരാൻ ഇപ്പോൾ ടീച്ചറുടെ കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് മാത്സ് അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഒട്ടും അറിയാത്ത, മാത്സ് ഒന്നും ഒട്ടും അറിയില്ല മിസ്സേ എന്ന് പറയുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. അപ്പോൾ അവരെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ, നമ്മുടെ കൂടെ എത്തിക്കണ്ടേ. അപ്പോൾ അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഏറ്റവും ബേസിക് മുതൽ ഒട്ടും അറിയാത്തവർക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പോകെ നമ്മൾ കുറച്ചുകൂടെ നിലവാരം കൂടിയതിലോട്ടും പോകും. ഓക്കെ, അപ്പോൾ LGSകാർക്കും LDCക്കാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സംഖ്യകളുണ്ട് അല്ലേ. അപ്പോൾ അതിൽ എണ്ണൽ സംഖ്യയുണ്ട്, അഖണ്ഡ സംഖ്യയുണ്ട്, ഇരട്ട സംഖ്യയുണ്ട്, ഒറ്റ സംഖ്യയുണ്ട്, ഭാജ്യസംഖ്യയുണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് സംഖ്യകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എണ്ണൽ സംഖ്യകളെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് എണ്ണൽ സംഖ്യ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എണ്ണൽ സംഖ്യ എന്ന് വെച്ചാൽ എന്താണ്?
എന്താണ് ആ പേര് പോലെ തന്നെ അല്ലേ, ആ പേരിൽ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് എന്തെന്ന് പറയാ, എണ്ണൽ സംഖ്യകൾ എന്ന് പറയാ അല്ലേ. നമ്മൾ എങ്ങനെ എണ്ണുന്നേ, 1 2 3 4 ഇങ്ങനെയല്ലേ നമ്മൾ എണ്ണുന്നത്, അല്ലാതെ 0 1 എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണി തുടങ്ങൂലല്ലോ. ഇല്ല, 1 2 3 4 എന്നാണ് നമ്മൾ എണ്ണുക അല്ലേ. അപ്പൊ ആ 1 2 3 4 എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണാനായിട്ട് ഉപയോഗിക്കുന്ന സംഖ്യകളെ നമ്മൾ എന്തെന്ന് പറയും, എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. അപ്പോൾ 1 2 3 4 5 ഇങ്ങനെ പോകുന്നു നമ്മുടെ എണ്ണൽ സംഖ്യകൾ. അപ്പൊ അതില് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാ? ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാ എണ്ണാൻ? 1 നിന്നല്ലേ തുടങ്ങുന്നത്. അപ്പൊ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാ? 1. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏത്? LGS നിലവാരത്തിലൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാ? 1. ഇനി ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏതാ? പറയാൻ പറ്റുമോ? 1 2 എന്ന് പോയിട്ട് 100-ൽ നിൽക്കോ? ഇല്ല. 101 102 എന്നും പറഞ്ഞു പോയിട്ട് 1000-ൽ നിൽക്കോ? ഇല്ല. 1000-ൽ തുടങ്ങി 10,000-ൽ നിൽക്കോ? ലക്ഷത്തിൽ നിൽക്കോ? കോടി എത്തിയിട്ട് നിൽക്കോ? ഇല്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പൊ ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. അനന്തമാണ്. അനന്തം എന്നുള്ളതിന് നമ്മൾ എന്തെന്ന് പറയും? ഇൻഫിനിറ്റി എന്ന് പറയും. അപ്പൊ ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് ഇൻഫിനിറ്റി ആണ്. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാ? 1 എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ എണ്ണൽ സംഖ്യ എന്നല്ലാതെ ചിലപ്പോൾ ചോദ്യ പേപ്പറിൽ ഏറ്റവും ചെറിയ നിസർഗ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നിസർഗ സംഖ്യ എന്താണത്? എണ്ണൽ സംഖ്യ തന്നെയാണ്. എണ്ണൽ സംഖ്യയുടെ മറ്റൊരു പേരാണ് നിസർഗ സംഖ്യ. നിസർഗ സംഖ്യ എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? എണ്ണൽ സംഖ്യ തന്നെയാണ്. ഇംഗ്ലീഷിൽ എന്തെന്ന് പറയും? നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്നൊക്കെ പറയും. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ നിസർഗ സംഖ്യയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ 1, ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഇൻഫിനിറ്റി ആണ്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം, തന്നിരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? അപ്പൊ എങ്ങനെയാണ് നമ്മൾ തുക കണ്ടുപിടിക്കുക? ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക അല്ലെങ്കിൽ ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ തുക എന്നൊക്കെ ചോദിക്കും പരീക്ഷയ്ക്ക്. അപ്പോ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഇതാണ്: n × n + 1/2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ്? എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ. ഇവിടെ n ഇട്ടിട്ട് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് n+1 എന്നിട്ട് കഴിഞ്ഞാൽ അത് ഇൻറ്റു ആണ് കേട്ടോ, ഗുണിക്കണം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഞാൻ ഒട്ടും അറിയാത്തവരെ കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് ചിലവരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ n ഇട്ടിട്ട് നമ്മൾ ഒന്നും ഗുണിക്കണം എന്നുള്ളൊരു ചിഹ്നം ഒന്നും ഇടാതെ ഇട്ട് നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഗുണനം എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ n × n+1 / 2 എന്നുള്ളതാണ് എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ചോദിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഈ n എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ തുക കാണണം എന്ന് പറഞ്ഞാൽ n ആണ് 15. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കാണുന്നതെങ്കിലോ n എന്ന് പറയുന്നത് 20 ആയിരിക്കും. അപ്പോൾ എത്ര എണ്ണൽ സംഖ്യകളുടെ തുക കാണണോ ആ എത്ര എണ്ണൽ സംഖ്യകളാണ് അതിൻ്റെ എണ്ണം അല്ലേ, അതിനെയാണ് നമ്മൾ n കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ n ആണ് ആ സംഖ്യകളുടെ എണ്ണം. സംഖ്യകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് n. നമ്പർ എന്നുള്ള രീതിയിൽ n ആണ് നമ്മൾ സൂചിപ്പിക്കുക. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കൂടെ പറഞ്ഞോളൂ. n × n+1/2. എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ എന്ത് ചെയ്യണം? n × n+1/2. n എന്ന് പറയുന്നത് എന്താണ്? സംഖ്യകളുടെ എണ്ണം. ഏത് സംഖ്യകളുടെ എണ്ണം? എണ്ണൽ സംഖ്യകളുടെ എണ്ണം. ഓക്കെ അല്ലേ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേ? എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ. എണ്ണൽ സംഖ്യകളുടെ മറ്റു പേരുകളൊക്കെ പറഞ്ഞല്ലോ. നിസർഗ സംഖ്യ, എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? 1. ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏതാ? പറയാൻ പറ്റില്ല, ഇൻഫിനിറ്റി ആണ്, അനന്തമാണ്, അനന്തം അല്ലേ. ഇനി എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n × n+1/2. n എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണൽ സംഖ്യകളുടെ എണ്ണമാണ് n എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് PSC പരീക്ഷയ്ക്ക് ഇത് ചോദ്യമായിട്ട് വരിക? ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് ടൈപ്പ് 1. ഞാൻ പലതരത്തിലുള്ള ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ആദ്യം ടൈപ്പ് 1. ആദ്യത്തെ ചോദ്യം കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കും?
ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ തുക കാണണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇവിടെ നമുക്ക് എഴുതി വെക്കാം. n ഇൻറ്റു n പ്ലസ് 1/2. ഇതാണ് നമ്മുടെ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എന്നിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് കണ്ടുപിടിക്കാം അല്ലേ? n എത്രയാ? ഞാൻ പറഞ്ഞു n എന്താണ്? എത്ര എണ്ണൽ സംഖ്യകളാണ്? എണ്ണൽ സംഖ്യകളുടെ എണ്ണമാണ് n. അപ്പൊ ഇവിടെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുക കാണാനാ പറഞ്ഞിരിക്കുന്നേ? 15 എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ. അപ്പോൾ n എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് എത്രയാ? 15. അപ്പൊ നമുക്ക് ഈ 15 എന്ന് പറയുന്നത് എന്നിന്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്താൽ നമ്മുടെ ആൻസർ ആയി അല്ലേ? അപ്പൊ 15 ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്നിന്റെ സ്ഥാനത്ത് 15 ഇട്ടു, ഇൻറ്റു 15 പ്ലസ് 1 എന്ന് എഴുതണം അല്ലേ? 15 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇത് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ഇതെങ്ങനെയാ ചെയ്യുക? ചിലർ ഇങ്ങനെ എഴുതുമ്പോൾ 15 ഇൻറ്റു 15 പ്ലസ് 1 അല്ലേ? അപ്പോൾ 15 ഇൻറ്റു 15 ആദ്യം ചെയ്തിട്ട് പ്ലസ് 1 അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം മൊത്തം തെറ്റിപ്പോകും. മനസ്സിലായോ? അങ്ങനെ ചെയ്യരുത്. ആദ്യം എപ്പോഴും നമ്മൾ ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ളത് എന്താ? 15 പ്ലസ് 1 എത്രയാ? 16. അപ്പോൾ ആദ്യത്തെ 15 അതുപോലെ എഴുതുക. എന്നിട്ട് ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് ഇൻറ്റു ഇട്ടു. 15 പ്ലസ് 1 എത്രയാ? 16. മനസ്സിലായോ? ഇനി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതുക. ഓക്കെ. ഇനി ഇവിടെ 15 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 2 ആണ്. ഈ 2 കൊണ്ട് മുകളിലുള്ള രണ്ടിനെയും നമുക്ക് വെട്ടിച്ചുരുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇവിടെ ഇൻറ്റു ആണ്. ഇൻറ്റു എന്ന് പറയുമ്പോൾ മുകളിലുള്ള ഇത് ഒരൊറ്റ ടേം ആയിട്ട് വേണം നമ്മൾ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതേ സമയത്ത് ഇത് 15 പ്ലസ് 16 ഡിവൈഡഡ് ബൈ 2 എന്നാണെങ്കിൽ നമുക്കിതിനെ രണ്ടിനെ നമുക്ക് 15 കൊണ്ട് വെട്ടണം, 16 കൊണ്ട് വെട്ടിക്കളയണം. മനസ്സിലായോ? പക്ഷെ ഇവിടെ പ്ലസ് അല്ല, ഇവിടെ എന്താണ്? ഇൻറ്റു ആണ്. ഇൻറ്റു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരൊറ്റ ടേം ആയിട്ടായിരിക്കണം നമ്മൾ കാണേണ്ടത്. അപ്പോൾ രണ്ടിനെ നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് നമുക്ക് വെട്ടിച്ചെറുതാക്കിയാൽ മതി. അപ്പോൾ രണ്ടിനെ നമുക്ക് ഏതുകൊണ്ട് വെട്ടാം? 16 അല്ലേ? 16നെ നമുക്ക് 2 കൊണ്ട് വെട്ടാം. അപ്പോൾ 2ൽ 2 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം പോകും. 16ൽ 2 എത്ര പ്രാവശ്യം പോകും? 8 2 16 ആണ്. അപ്പോൾ 8 പ്രാവശ്യം. അപ്പോൾ ഈ വെട്ടിച്ചുരുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. വെട്ടിച്ചുരുക്കാനായിട്ട് അറിയില്ല, ഇപ്പോൾ ഹരിച്ച് നോക്കാനായിട്ട് ഇവിടെ എഴുതി ഹരിക്കാനായിട്ട് സെപ്പറേറ്റ് എഴുതി ഹരിക്കണം, ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ വെട്ടി ചെറുതാക്കാനായിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, എങ്ങനെ വെട്ടിച്ചുരുക്കാം ഈസി ആയിട്ട് എന്നുള്ളത് കേട്ടോ. ഓക്കെ. ഇപ്പോൾ 2ൽ 2 ഒരു തവണയാണ് പോളൂ അല്ലേ? നമുക്ക് 2 എടുത്താൽ അതിൽ നിന്നും ഒരു 2 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു തവണ. 16 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര 2 എടുക്കാം? 8 2 16. അപ്പോൾ 8 2 16 കണ്ടോ? അപ്പോൾ 8 തവണ പോകും. ഓക്കെ. അപ്പോൾ 15 ഇൻറ്റു 8. 15 ഇൻറ്റു 8 എത്രയാ? 120. അതെങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഗുണിക്കാം. 8 5 40. 40ന് 0 ഇടാം, ബാക്കി 4 ബാലൻസ് വരും. പിന്നെ ഒരു 8 8ഉം 4 ബാലൻസും കൂടെ കൂട്ടുമ്പോൾ 12. അങ്ങനെ ടോട്ടൽ 120 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാ? 120. എങ്ങനെ കിട്ടിയേ? 15 എണ്ണൽ സംഖ്യയാണ്. അപ്പോൾ എന്നിന്റെ സ്ഥാനത്ത് 15 ഇട്ട് കൊടുത്താൽ മതി. ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2. അപ്പോൾ 15 ഇൻറ്റു 15 പ്ലസ് 1/2 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 120 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അടുത്തൊരു സംഖ്യ നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയേ. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ? എന്നിന്റെ വാല്യൂ എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 20 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്നിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്താൽ മതി? 20 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ n ഇൻറ്റു എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു 20 പ്ലസ് 1 n പ്ലസ് 1 അല്ലേ? ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. നേരത്തെ പോലെ എന്ത് ചെയ്യണം? ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം. 20 പ്ലസ് 1 എത്രയാ? 21. ഇവിടെ 20 ഉണ്ട്. അപ്പോൾ 20 ഇൻറ്റു 21 ഡിവൈഡഡ് ബൈ 2 ചെയ്തു. ഈ രണ്ടും കൂടെ നമുക്ക് വെട്ടാൻ പാടില്ല, ഏതെങ്കിലും ഒന്നിനെ വെട്ടണം. അപ്പോൾ നമുക്ക് 2 കൊണ്ട് എന്ത് ചെയ്യാം? 20നെ വെട്ടാം അല്ലേ? 2ൽ 2 ഒരു തവണ. 20ൽ എത്ര പ്രാവശ്യം പോകും? 2 10 2 20 ആണ്. സോ 10 തവണ പോകും. അപ്പോൾ 10 ഇൻറ്റു 21 എത്രയാ? ഇങ്ങനെയുള്ള 0 വരുന്ന സംഖ്യകൾ നമ്മൾ ഗുണിക്കാൻ ഈസിയാണ് അല്ലേ? 10നെ കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 21 എന്ന് എഴുതിയിട്ട് 10ൽ ഒരു 0 ആയതുകൊണ്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 210 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 210 ആണ്. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഇതാണ് ഒന്നാമത്തെ ടൈപ്പ്, നമുക്ക് എണ്ണൽ സംഖ്യയിൽ ചോദിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം. ഇനി അടുത്തത് ടൈപ്പ് 2. ഓക്കെ. അടുത്ത ടൈപ്പ് എങ്ങനെയാണ് ചോദിക്കുന്നത്? ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 55? നേരത്തെ നമുക്ക് എണ്ണൽ സംഖ്യകളുടെ എണ്ണം തന്നിട്ട്
തുക കണ്ടുപിടിക്കാൻ ചോദിച്ചു. ഇവിടെ തുക തന്നിട്ടുണ്ട്, എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴും നമുക്ക് എന്താ ആവശ്യമാണ്? ഇക്വേഷൻ ആവശ്യമാണ് അല്ലേ? തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? n ഇൻറ്റു n പ്ലസ് 1/2 ആണ് തുക കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഈ തുക തന്നിട്ടുണ്ട്. അതായത് n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറയുന്ന ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? തന്നിരിക്കുന്ന തുക 55 ആണ്. സോ 55 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറയുന്നൊരു പ്രോബ്ലം നമുക്കത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 55 എന്ന് നമുക്ക് കിട്ടണം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ ശരിക്കും കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എത്ര എണ്ണൽ സംഖ്യകൾ, അതായത് എണ്ണൽ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കണം. n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഇവിടെ നോക്കാം. n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറയുന്നത് 55. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n ആണ്. അപ്പോൾ എന്നിൻ്റെ ടേമിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഭാഗത്ത് നിർത്താം. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 55 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? തുകയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നും എന്നിൻ്റെ ടേം മാത്രം ഇവിടെ നിർത്താം, കണ്ടുപിടിക്കേണ്ട ഭാഗം. അതായത് n ഇൻറ്റു n പ്ലസ് 1 നമ്മൾ ഇവിടെ തന്നെ നിർത്തി. ഈക്വൽ സൈൻ ഇവിടെ ഉണ്ട്. 55 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി ഈ ഡിവൈഡഡ് ബൈ 2 സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഹരിക്കണം എന്നതാണെങ്കിൽ അത് സമത്തിൻ്റെ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് ഗുണിക്കണം എന്നാവും. ഇനി കൂട്ടണം എന്നുള്ളതാണെങ്കിലോ സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ കുറയ്ക്കണം എന്നാവും. ഹരിക്കണം എന്നുള്ളതാണെങ്കിൽ സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഗുണിക്കണം എന്നാവും. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ ആണ് അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് സമത്തിൻ്റെ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഗുണിക്കണം 2 എന്നായിട്ട് മാറും. മനസ്സിലായോ? നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്നിൻ്റെ ടേമിനെ നമ്മൾ അവിടെ നിർത്തുക, ബാക്കിയുള്ള സംഖ്യകളൊക്കെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ n അവിടെ നിർത്തി. ഈ 2 ഹരിക്കണം എന്നുള്ള 2 സമത്തിൻ്റെ ഇപ്പുറത്തോട്ട് പോയപ്പോൾ ഗുണിക്കണം എന്നായിട്ട് മാറി. ഓക്കെ, അപ്പോൾ 55 ഇൻറ്റു 2 n ഇൻറ്റു n പ്ലസ് 1ൻ്റെ വാല്യൂ കിട്ടി. n ഇൻറ്റു n പ്ലസ് 1 ഈസ് ഈക്വൽ ടു 55 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 110 അല്ലേ? 55ൻ്റെ ഇരട്ടി എത്രയാണ്? 110. അപ്പം 110 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1 നോക്കിക്കേ, n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുന്നത് 110 ആണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് ഇതിൻ്റെ അർത്ഥം? n അതായത് n ഇപ്പോൾ 5 ആണെന്ന് വിചാരിച്ചോ. n പ്ലസ് 1 എന്ന് എത്രയായിരിക്കും? 5ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 6 അല്ലേ? n 5 ആണെങ്കിൽ n പ്ലസ് 1 6, n 7 ആണെങ്കിൽ n പ്ലസ് 1 എന്ന് പറയുന്നത് 7 പ്ലസ് 1 8. അതായത് അടുത്തടുത്ത് കിടക്കുന്ന 2 എണ്ണൽ സംഖ്യകളാണ് അല്ലേ ഈ n പ്ലസ് 1 എന്ന് പറയുന്നത് ആണല്ലോ. n എന്ന് പറയുന്നത് ഇപ്പോൾ 6 ആണെങ്കിൽ n പ്ലസ് 1 എന്ന് വെച്ചാൽ എന്താ? 6ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 7 അല്ലേ? n ഈസ് ഈക്വൽ ടു 8 ആണെങ്കിൽ n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ n-ൻ്റെ കൂടെ 1 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 9. അപ്പോൾ അടുത്തടുത്ത് കിടക്കുന്ന എണ്ണൽ സംഖ്യകളാണ് n-ഉം n പ്ലസ് 1-ഉം. അങ്ങനെ അടുത്തടുത്ത് കിടക്കുന്ന ഏതോ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 110 എന്ന് കിട്ടുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ അടുത്തടുത്ത് കിടക്കുന്ന ഏത് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് നമുക്ക് 110 കിട്ടുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് PSC ആകുമ്പോൾ ഓപ്ഷൻസും ഉണ്ടാവും. ഇപ്പോൾ PSC തന്നിരിക്കുന്ന ഓപ്ഷൻ n-ൻ്റെ വില 8 എന്ന് തന്നിട്ടുണ്ട്, 9 എന്ന് തന്നിട്ടുണ്ട്, 10 എന്ന് തന്നിട്ടുണ്ട്, 11 എന്ന് തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. n-ഉം n പ്ലസ് 1-ഉം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 110 കിട്ടണം. n-ൻ്റെ വാല്യൂ 8 ആണെങ്കിൽ n പ്ലസ് 1 എത്രയായിരിക്കും? 8 ഇൻറ്റു 8 പ്ലസ് 1 എത്രയാണ്? 9. 8 9 72 കിട്ടുക. 110 കിട്ടുന്നുണ്ടോ? ഇല്ല. ഇനി n-ൻ്റെ വാല്യൂ 9 ആണെന്ന് വിചാരിക്കുക. 9 അങ്ങനെയാണെങ്കിൽ n പ്ലസ് 1 എത്രയായിരിക്കും? 9 പ്ലസ് 1 10. 10 9 90 ആവുള്ളൂ. അപ്പോൾ അതും വരില്ല. 110 കിട്ടണം. ഇവിടെ നോക്കിക്കേ, n ഈസ് ഈക്വൽ ടു 10 ആണെങ്കിലോ, n 10 ആണെങ്കിൽ n പ്ലസ് 1 എന്ന് പറയുന്നത് 10 പ്ലസ് 1 അല്ലേ? അതായത് 11. അപ്പോൾ 10 ഇൻറ്റു 11 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 110 കിട്ടും അല്ലേ? അപ്പോൾ അടുത്തടുത്ത് കിടക്കുന്ന 2 എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 110 കിട്ടുന്നത് എപ്പോഴാണ്? 10 ഇൻറ്റു 11 ചെയ്യുമ്പോൾ. അപ്പോൾ 10 ഇൻറ്റു 11 എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 110 എന്നുള്ളത് കിട്ടും അല്ലെ? അടുത്തടുത്ത് കിടക്കുന്ന എണ്ണൽ സംഖ്യകൾ തന്നെ വേണേ. അതാണ് 10 ഇൻറ്റു 11. അപ്പോൾ 10 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്? n എന്ന് പറയുന്നത്. n ഈസ് ഈക്വൽ ടു 10 നമുക്ക് കിട്ടിയില്ലേ ഈസി ആയിട്ട്? ഓക്കെ, ഞാനിപ്പോൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് ഒട്ടും അറിയാത്തവരെ കൂടെ കൺസിഡർ ചെയ്തിട്ടാണ്. അല്ലാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. 1-2 പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കിട്ടിക്കോളും. ഓക്കെ, അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. അത് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കണം കേട്ടോ. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 36? ഇപ്പം ചെയ്തതുപോലെ തന്നെയാണ്. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 36? നമുക്ക് തന്നിരിക്കുന്നത് എന്താ? തുക തന്നിട്ടുണ്ടല്ലേ? അതായത് n ഇൻറ്റു
n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 36 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യണം? n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n-ന്റെ ടേമിനെ അവിടെ തന്നെ നിർത്തുക, ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരിക അല്ലേ. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുന്നത് അവിടെ തന്നെ നിർത്തി, ഈസ് ഈക്വൽ ടു 36 എന്ന് പറയുന്നത് ഇവിടെ തന്നെയുണ്ട്. ഈ ഡിവൈഡഡ് ബൈ 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 2 ആവും. സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇൻറ്റു 2 ആവും. അപ്പോൾ 36 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? 36 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 72 എന്ന് കിട്ടും. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1 ഈസ് ഈക്വൽ ടു 72. ഏതോ രണ്ട് അടുത്തടുത്ത എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് 72 കിട്ടണം. ഏത് രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് നമുക്ക് 72 കിട്ടുക? അടുത്തടുത്ത് കിടക്കുന്നത്. ഈസി ആയിട്ട് ആലോചിക്കാലോ. ഇവിടെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, 8 9 72. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. n എന്ന് പറയുന്നത് 8 ആണെങ്കിൽ n പ്ലസ് 1 എത്രയായിരിക്കും? 8 ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 9. അപ്പം 8 9 എന്ന് പറയുന്നത് 72 ആണ്. അങ്ങനെയാണെങ്കിൽ n-ന്റെ വാല്യൂ എത്രയായിരിക്കും? 8 ആയിരിക്കും അല്ലേ. അടുത്തടുത്ത് കിടക്കുന്ന എണ്ണൽ സംഖ്യകളുടെ തുക 72, തുകയല്ല ഗുണിക്കുമ്പോൾ 72 കിട്ടുന്നത് എത്രയാണ്? 8 9 72 അല്ലേ. അപ്പോൾ n ഈസ് ഈക്വൽ ടു 8 എന്ന് നമുക്ക് കിട്ടി ഈസി ആയിട്ട് അല്ലേ. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ചോദിക്കുന്നത് എണ്ണൽ സംഖ്യയുടെ ഭാഗത്ത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അടുത്തത് മൂന്നാമത്തെ ടൈപ്പ് ചോദ്യമാണ് കേട്ടോ പറയുന്നത്. അടുത്തത് തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 35 ആയാൽ ചെറിയ സംഖ്യ ഏത്? ഇത്രയും നേരം നമ്മൾ ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ തുക ചോദിച്ചു, അല്ലെങ്കിൽ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണെന്ന് ചോദിച്ചു. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 35 ആയാൽ ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഓക്കെ, രണ്ട് തരത്തിലാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ശരിയായ രീതിയും പറഞ്ഞു തരാം. ശരിയായ രീതി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയമെടുക്കുന്ന ഒരു മെത്തേഡാണ്. എങ്കിലും നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ യൂസ്ഫുൾ ആവുന്നത് അതെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെറിയ സംഖ്യ വലിയ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ചെറിയ സംഖ്യ n ആണെന്ന് വിചാരിക്കുക. ചെറിയ സംഖ്യ n ആണെന്ന് വിചാരിക്കുക. വലിയ സംഖ്യ എത്രയായിരിക്കും? n-ന്റെ കൂടെ 1 കൂടുക. എണ്ണൽ സംഖ്യ ആണല്ലോ, അതായത് 1 കൂടി കൂടിയാ വരിക അല്ലേ. 8 കഴിഞ്ഞാൽ അടുത്തത് 8 + 1 9 ആണ് വരിക. 9 കഴിഞ്ഞ് 10 ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ എണ്ണൽ സംഖ്യകൾ തുടർച്ചയായതെന്ന് പറയുമ്പോൾ n ചെറിയ സംഖ്യ ആണെങ്കിൽ n-ന്റെ കൂടെ 1 കൂട്ടുന്നതായിരിക്കും വലിയ സംഖ്യ. ഓക്കെ, വലിയ സംഖ്യ n + 1 ചെറിയ സംഖ്യ n ആയിരിക്കും. ഇത് രണ്ടിൻ്റെയും എന്താണ് പറഞ്ഞിരിക്കുന്നത്? വർഗങ്ങളുടെ തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വർഗങ്ങളുടെ തുക എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? വർഗങ്ങളുടെ വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ്. അപ്പോൾ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ വലിയ സംഖ്യ എത്ര? n + 1. n + 1 വലിയ സംഖ്യ, അതിൻ്റെ വർഗം പിന്നെന്താണ്? അത് തമ്മിലുള്ള വ്യത്യാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. n-ന്റെ വർഗം എന്ന് പറയുന്നത് n². വലിയ സംഖ്യയുടെ വർഗം n + 1², ചെറിയ സംഖ്യയുടെ വർഗം n². ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറയ്ക്കുക. അപ്പോൾ n + 1² - n² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 35 കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുക. വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്ന സമയത്ത് n + 1² - n² = 35. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? a + b² എന്ന് പറയുന്ന ഒരു ഫോം കിട്ടി അല്ലേ. അപ്പോൾ a + b² എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. a + b² എന്ന് പറഞ്ഞാൽ a² + 2ab + b². a² + 2ab + b² ആണ്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലോട്ട് നമ്മൾ ഇതിനെ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? a², എക്ക് പകരം എന്താ? n ആണ്. അപ്പോൾ n² + 2ab എന്ന് വെച്ചാൽ എന്താണ്? 2 × ab, അതായത് n × 1. 2 × n × 1 എന്ന് പറഞ്ഞാൽ 2n + b². b² എന്ന് പറഞ്ഞാൽ ഇവിടെ ബിയുടെ സ്ഥാനത്ത് 1 ആണ്. 1-ന്റെ സ്ക്വയർ എത്രയാ? 1 തന്നെ. അപ്പോൾ a² + 2ab എന്നുള്ളത് 2n + 1 എന്ന് കിട്ടി. ഈസ് ഈക്വൽ ടു എന്താണ്? 35. ഈസ് ഈക്വൽ ടു അല്ല, ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലേ. ഇവിടെ ഈ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യണം. -n² എന്നായിട്ട് മാറി. -n² ഈസ് ഈക്വൽ ടു എന്താണ്? 35 എന്ന് നമുക്ക് കിട്ടി അല്ലേ. -n² ഈസ് ഈക്വൽ ടു 35 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ n² എന്ന് പറയുന്നത് ഇവിടെ ചിഹ്നമൊന്നും ഇല്ലെങ്കിൽ എന്താണ്? അത് പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അങ്ങനെ പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി എന്തുണ്ട്? 2n + 1 ഈസ് ഈക്വൽ ടു 35 എന്ന് കിട്ടി.
അപ്പം 2n + 1 = 35 ആണ്. അങ്ങനെയാണെങ്കിൽ 2n എത്രയായിരിക്കും? 2n ഇവിടെ തന്നെ നിർത്തുക. ഈ പ്ലസിനെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേമിനെ ഒരു ഭാഗത്ത് നിർത്തുക, ബാക്കിയുള്ള സംഖ്യയൊക്കെ അപ്പുറത്ത് കൊണ്ടുപോകുക, അത്രയേ ഉള്ളൂ. അപ്പോൾ 2n ഇവിടെയുണ്ട്, 35 ഇവിടെയുണ്ട്. ഈ +1 എന്ന് പറയുന്നത് സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ -1 ആവും. അപ്പോൾ 35-ൽ നിന്നും 1 പോയാൽ എത്രയാ? 34 എന്ന് കിട്ടും. അപ്പം 2n = 34 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ n എന്താ? n n നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവിടെ നിർത്തി. ഇവിടെ 34 ഓൾറെഡി ഉണ്ട്. ഈ 2 × n ആണ് അല്ലേ? 2n എന്ന് പറഞ്ഞാൽ 2 × n ആണ്. ഈ × 2 എന്ന് പറയുന്നത് സമത്തിൻ്റെ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ /2 ആവും. അപ്പോൾ 34 / 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 17 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്ര കിട്ടി? 17. ഇതാണ് ഇത് നോർമലി ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ വലിയ സംഖ്യ, 2 തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം തന്നിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. വലിയ സംഖ്യയും ചെറിയ സംഖ്യയും നമ്മൾ അസ്യൂം ചെയ്യാം. ചെറിയ സംഖ്യ n ആണെങ്കിൽ വലിയ സംഖ്യ n + 1 ആണ്. എന്നിട്ട് അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ n + 1 ² - n² = 35. അതിൽ a + b ² എന്ന് പറയുന്ന ഫോർമാറ്റിലുള്ളതിനെ നമ്മൾ അതിനെ വികസിപ്പിച്ച് എഴുതുക. a² + 2ab + b² എന്നുള്ള ഫോർമാറ്റിലോട്ട് എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടും. n² + 2n + 1 പിന്നെ -n² = 35. പ്ലസും മൈനസും n² ക്യാൻസൽ ആയി പോയി. 2n + 1 = 35 എന്ന് കിട്ടി. അവിടെ നിന്ന് നമുക്ക് n കണ്ടുപിടിക്കണം. സോ 2n-ൻ്റെ ടേമിനെ അവിടെ നിർത്തി. 35 ഇവിടെയുണ്ട്. +1 അങ്ങോട്ട് പോകുമ്പോൾ -1 ആയി. 2n = 34 എന്ന് കിട്ടി. ഇനി അവിടെ നിന്നും വീണ്ടും എന്ത് കണ്ടുപിടിക്കണം? n കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ n-നെ അവിടെ നിർത്തി അല്ലേ? 2n = 34 ആണ്. അപ്പോൾ n = 34 ഇവിടെയുണ്ട്. 2 × എന്നുള്ളത് ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ /2 ആയിട്ട് മാറി. ക്യാൻസൽ ചെയ്തു. നമുക്ക് ആൻസർ 17 എന്ന് കിട്ടി. ഇതാണിത് നോർമലി ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇത്രയും സ്റ്റെപ്സ് ഒക്കെ ചെയ്യണം. എളുപ്പമാണ്, പക്ഷേ ഇത്രയും സമയം നമുക്ക് പോകും അല്ലേ? അപ്പോൾ ഈ സമയം കളയാതെ നമുക്ക് എങ്ങനെ ആൻസറിലോട്ട് എത്താം? ഇതൊരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ പറയുന്ന സംഖ്യ, അതായത് നമുക്ക് തന്നിരിക്കുന്ന തുകയുണ്ടല്ലോ, ആ തുകയെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുക. എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന തുകയെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുക. 35-നെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7.5 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ 7.5 നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു സംഖ്യ എന്ന് പറയുന്നത് തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞ് തന്നിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 35-നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 7.5 എന്ന് കിട്ടി. അപ്പോൾ ഇതെന്താണ്? ഇത് സെൻറ്ററിലുള്ള സംഖ്യയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 7.5 എന്ന് പറയുന്നത് മിഡിലുള്ള സംഖ്യയാണ്. അപ്പോൾ ഇപ്പുറത്തെ എത്രയായിരിക്കും? ഇപ്പുറത്തെ 17-ഉം ഇപ്പുറത്തെ 18-ഉം ആയിരിക്കും. ഓക്കെ, നടുവിലുള്ള സംഖ്യയാണ് നമുക്ക് ഇങ്ങനെ ചെയ്താൽ കിട്ടുക. /2 ചെയ്യുമ്പോൾ തുകയെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ ഇടയിലുള്ള സംഖ്യ ആയിരിക്കും. ഇപ്പുറത്തുള്ളത് ആരാണ്? അപ്പോൾ 17-ഉം 18-ഉം ആണ്. അതിൻ്റെ ഇടയ്ക്കാണ് 17.5 വരിക. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യയാണ് നമ്മുടെ ചെറുത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ. ഏറ്റവും ചെറുത് ഏതാണ്? 17. ഓക്കെ, 17.5-ന് തൊട്ട് മുൻപുള്ള 17 ആണ് നമ്മുടെ ചെറിയ സംഖ്യ. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം തന്നിട്ടുണ്ടെങ്കിൽ 2 കൊണ്ട് ഹരിക്കുക. സെൻറ്ററിലുള്ള സംഖ്യ കിട്ടും. അതിന് തൊട്ട് മുൻപുള്ള ചെറിയതാണെങ്കിൽ ചെറിയ സംഖ്യ എടുക്കുക, ഇല്ലെങ്കിൽ വലുതാണെങ്കിൽ വലിയ സംഖ്യ എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പ്രോബ്ലം നമുക്ക് വേഗം ചെയ്യാം. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 41 ആയാൽ വലിയ സംഖ്യ ഏത്? 41 ആണ് തന്നിരിക്കുന്നത്. വലിയ സംഖ്യ കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? 41-നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 41-നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? എങ്ങനെ 41-നെ 2 കൊണ്ട് ഹരിക്കുക? ഹരിക്കാൻ അറിയാത്തവരുണ്ടോ? ഹരിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈസിയാണ്. 40-നെ 2 കൊണ്ട് ഹരിക്കാൻ നമുക്കറിയാം. 40 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 20 എന്ന് കിട്ടും അല്ലേ? ഇനി 1-നെ 2 കൊണ്ട് ഹരിച്ചാലോ? അതായത് 1-ന്റെ പകുതി എത്രയാ? 1-ന്റെ പകുതി ആരാ? അതായത് 0.5 അല്ലേ? അപ്പോൾ 20.5 എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ 41-നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 20.5. ഇതെന്താണ്? നടുക്കുള്ള നമ്പറാണ് അല്ലേ? അപ്പോൾ 20.5 നടുക്കുള്ളതാണ്. അതിന് തൊട്ട് മുൻപുള്ള സംഖ്യ 20-ഉം അതിൻ്റെ അടുത്ത നമ്പർ എന്തായിരിക്കും? 21. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ? തന്നിരിക്കുന്നതിൽ വലിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ഉത്തരം നമുക്ക് 21 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നേരെ നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഹരിക്കുക. സെൻറ്ററിലുള്ള നമ്പർ കിട്ടും. അതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പർ ആണെങ്കിൽ ചെറിയ സംഖ്യ, അടുത്ത നമ്പർ ആണെങ്കിൽ വലിയ സംഖ്യ. ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഇതാണ് മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്.
അടുത്തത് നാലാമത്തെ ടൈപ്പ് കേട്ടോ. നാലാമത്തെ ടൈപ്പ് നമുക്ക് പറയുന്നത് എന്താണ്? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എത്ര? ആദ്യം നമ്മൾ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്ന് പഠിച്ചു അല്ലേ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എത്ര? ഇത് കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകിച്ച് ഷോർട്ട് കട്ട് ഇല്ല, നമുക്കൊരു ഇക്വേഷൻ ആണുള്ളത്. ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ പഠിച്ചേക്കണം കേട്ടോ. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി? ഈ എണ്ണൽ സംഖ്യകൾ അതിൻ്റെ നമ്പർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ n എത്രയാണ്? n ഇസ് ഈക്വൽ ടു 10 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. n-ൻ്റെ സ്ഥാനത്ത് 10 ഇൻറ്റു 10 പ്ലസ് 1 അല്ലേ. 10 പ്ലസ് 1 എത്രയാ? 11 ഇൻറ്റു 2n പ്ലസ് 1. 2n എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു n, അതായത് 2 ഇൻറ്റു 10. 2 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 20. 2 ഇൻറ്റു 10 20. 20ൻ്റെ കൂടെ ഒരു ഒന്നും കൂടെ കൂട്ടുക. അപ്പോൾ എത്രയാണ്? 21. അപ്പോൾ 21 എന്ന് നമുക്ക് കിട്ടി. 10 ഇൻറ്റു 11 ഇൻറ്റു 21 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവിടെ നമുക്ക് വെട്ടിച്ചുരുക്കാനായിട്ട് 6നെ നമുക്ക് 21 വെച്ചിട്ട് അല്ലേ, 21നെ നമുക്ക് വെട്ടിക്കളയാം 6 വെച്ചിട്ട്. അപ്പോൾ 6ൽ എത്ര പോകും? 2 വെച്ചിട്ട് നമുക്ക് വെട്ടാം, അല്ലെങ്കിൽ 3 വെച്ച് വെട്ടാം അല്ലേ. 2 വെച്ച് വെട്ടാൻ പറ്റില്ല, 21 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്ന അവസാനം വന്നതുകൊണ്ട് നമുക്ക് 2 വെച്ച് പറ്റില്ല, 3 വെച്ച് വെട്ടാം. 3 വെച്ച് നമുക്ക് വെട്ടുമ്പോൾ 6ൽ 3 എത്ര തവണ പോകും? 2 3 അല്ലേ 6. അപ്പോൾ 6ൽ 3 2 തവണ പോകും. 21ൽ 3 എത്ര പ്രാവശ്യം പോകും? 7 തവണ പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 തവണ, ഇവിടെ 7 തവണ പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഈ പറയുന്ന 2 ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് വെട്ടിച്ചെറുതാക്കാമല്ലോ. ഇവിടെ 10 വെച്ച് നമുക്ക് വെട്ടാം അല്ലേ. ഇവിടെ 10 ഉണ്ട്, അപ്പോൾ 2നെയും കൂടെ ക്യാൻസൽ ചെയ്യാം. 2ൽ 2 ഒരു തവണ പോകും, 10ൽ 2 എത്ര തവണ പോകും? 5 തവണ പോകും. ഓക്കെ, ആദ്യം നമ്മൾ 6നെയും 21നെയും 3 കൊണ്ട് കട്ട് ചെയ്തു. അപ്പോൾ 6ൽ 3 2 തവണ, ഇവിടെ 7 തവണ. പിന്നെ ഈ 2നെ നമുക്ക് 2ൽ 2 ഒരു തവണ, 10ൽ 2 5 തവണ. ഓക്കെ, ഇത്രയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ള സംഖ്യകളെല്ലാം കൂടെ ഗുണിച്ചാൽ മതി. 5 ഇൻറ്റു 11 ഇൻറ്റു 7 എത്രയാണ് കിട്ടുന്നത്? 5 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ 55. അത് കഴിഞ്ഞ് അതിനെ 7 കൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുന്നത് 385 എന്നാണ് കേട്ടോ ആൻസർ വരുന്നത്. ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. 385 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണേ. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആണ് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക. അടുത്തൊരെണ്ണം നമുക്ക് നോക്കാം. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഇവിടെ തന്നിരിക്കുന്നത് ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുകയാണ്. 15 എണ്ണൽ സംഖ്യ. അപ്പോൾ n-ൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്താൽ മതി? 15 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 15 ഇൻറ്റു n ഇൻറ്റു എന്ന് പറയുമ്പോൾ 15 ഇൻറ്റു 15 പ്ലസ് 1 എത്രയാ? 15 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 16 അല്ലേ. ഇൻറ്റു 2n പ്ലസ് 1. 2n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു 15. 2 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 30. 30 പ്ലസ് 1 എത്രയാ? 31 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. ഇനി നമുക്ക് ഈ 6നെ എന്ത് ചെയ്യാം? ഇതുപോലെ വെട്ടിച്ചെറുതാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് 2 വെച്ച് വെട്ടാലോ. 2 വെച്ച് വെട്ടുന്ന സമയത്ത് 6ൽ 2 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും. 16ൽ 2 എത്ര പ്രാവശ്യം പോകും? 8 പ്രാവശ്യം പോകും. ഇനി ഈ 3നെ നമുക്ക് 15 വെച്ച് വെട്ടാൻ പറ്റുമല്ലോ. 3ൽ 3 ഒരു തവണ, 15ൽ 3 5 തവണ പോകും. ഓക്കെ, അപ്പോൾ അത്രയെല്ലാം വെട്ടിപ്പോയി. താഴെ ഒന്നുമില്ല, മുകളിലുള്ളതെല്ലാം കൂടെ ഗുണിക്കണം. 5 ഇൻറ്റു 8 ഇൻറ്റു 31. 5 8 എത്രയാ? 40. 40 ഇൻറ്റു 31 എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ 40 ഇൻറ്റു 3 എത്രയാ? 1200 അല്ലേ. 1200 വരും. പിന്നെ ഒരു 40 കൂടെ വരും. അപ്പോൾ എത്ര വരും? നമുക്ക് 1240 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 1240 വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. 8 എത്രയാണ്? 40 ഇൻറ്റു പിന്നെ എന്താ 31 ആണ് വരുന്നത്. 31. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 40 ഇൻറ്റു 30 നമുക്ക് ചെയ്യുമ്പോൾ ഈസിയാണ്. 4 3 12 ചെയ്യാം. എന്നിട്ട് ആ 2 0 ഇട്ട് കൊടുത്താൽ മതി. 1200 എന്ന് നമുക്ക് കിട്ടും. പിന്നെന്താണ്? ഒരു 40 കൂടി ഉണ്ട് അല്ലേ. ഇവിടെ ഒരു 40 1 ഈ പറയുന്ന 31ൽ 1 ഉണ്ട്. അപ്പോൾ ഒരു 40 എന്ന് പറയുമ്പോൾ ഒരു 40 കൂടെ വരും. അപ്പോൾ 1240 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതാണ് ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ആ ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അടുത്തത് ടൈപ്പ് 5 ആണ് കേട്ടോ. 5ാമത്തെ ടൈപ്പാണ് പറയുന്നത്.
അഞ്ചാമത്തെ ടൈപ്പ് പറയുന്നത് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ഘനങ്ങളുടെ തുക. ഘനങ്ങളുടെ, അതായത് നേരത്തെ നമ്മൾ വർഗങ്ങളുടെ തുകയാണ്. ഘനം എന്ന് വെച്ചാൽ എന്താണ്? ക്യൂബാണ്. ക്യൂബ്. വർഗം എന്ന് വെച്ചാൽ നമുക്കറിയാം സ്ക്വയർ ആണ്. ഘനം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂബാണ്. അപ്പോൾ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ അല്ലെങ്കിൽ ഘനങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഇവിടെയും ഒരു ഇക്വേഷൻ പഠിക്കണം. ഇവിടുത്തെ ഇക്വേഷൻ ഇതാണ്: n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇത്രയും ഭാഗം നമ്മൾ എവിടെ കേട്ടിട്ടുണ്ട്? n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ആണല്ലേ. ആ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ്റെ ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ഘനങ്ങളുടെ തുക കിട്ടും. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് മാത്രം ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 എന്ന് ചെയ്യും. ഘനം എന്ന് പറയുമ്പോൾ ആ തുകയുടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഘനങ്ങളുടെ തുക കിട്ടും. ഈസി അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ, എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ്റെ ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഘനങ്ങളുടെ തുക കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്താ? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക. 10 എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 10 കൊടുത്താൽ മതി. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 10 കൊടുക്കുമ്പോൾ n ഇൻറ്റു 10 ഇൻറ്റു 10 പ്ലസ് 1 അല്ലേ? n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 10 പ്ലസ് 1 എത്രയാ? 11 ഡിവൈഡഡ് ബൈ 2. പിന്നെ എന്ത് ചെയ്യണം? ഇതിൻ്റെ മൊത്തം സ്ക്വയർ ഇടണം അല്ലേ? മൊത്തം സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് വെട്ടി ചെറുതാക്കാലോ. 2ൽ 2 ഒരു തവണ, 10ൽ 2 എത്ര തവണ പോകും? 5 തവണ. അപ്പോൾ നമുക്ക് 5 ഇൻറ്റു 11, 11 ഇൻറ്റു 5 എത്രയാ? 55. 55ൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി അല്ലേ? അപ്പോൾ 55ൻ്റെ സ്ക്വയർ, ഈ 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്ക് ഗുണിക്കേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് ചെയ്യാം. അതായത് ആദ്യം എന്ത് ചെയ്യുക? അവസാനത്തെ 5ൻ്റെ സ്ക്വയർ 25 എന്നുള്ളത് എഴുതി വയ്ക്കുക. 5ൻ്റെ സ്ക്വയർ എത്രയാ? 25. ഇനി തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ എത്രയാ? 5 തന്നെയാണ്. ആ 5ൻ്റെ അടുത്ത് കിടക്കുന്ന നമ്പർ നോക്കുക. 5ൻ്റെ അടുത്ത് ആരാ കിടക്കുക? 6 അല്ലേ? അപ്പോൾ 5നെ 6 കൊണ്ട് ഗുണിക്കുക. 5 6 എത്രയാ? 30. 30 25 ഇതിൻ്റെ ആൻസർ. ഇനിയിപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 45 സ്ക്വയർ ആണെന്ന് വിചാരിച്ചോ, മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ 45ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 5ൻ്റെ സ്ക്വയർ 25 എഴുതുക. 4 എടുക്കുന്നത്. 4ൻ്റെ അടുത്ത നെക്സ്റ്റ് നമ്പർ എന്താ? 4ൻ്റെ നെക്സ്റ്റ് നമ്പർ 5 ആണ്. സോ 5ൻ്റെ സ്ക്വയർ എഴുതുക 25. അപ്പോൾ 25 ആയിരിക്കും ആൻസർ വരിക. മനസ്സിലായോ? അതേപോലെ തന്നെ ഇപ്പോൾ 35ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ 25 എഴുതുക. 35 എന്ന് പറയുമ്പോൾ 3 കഴിഞ്ഞ് അടുത്ത നമ്പർ ഏതാ? 4. 3 4 കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ 12. 1225 ആയിരിക്കും ആൻസർ വരിക. അങ്ങനെയാണ് 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഈസി ആയിട്ടുള്ള വഴി കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ വരും കേട്ടോ, എളുപ്പ വഴിയിൽ എങ്ങനെ നമുക്ക് ഗുണിക്കാം ഹരിക്കാം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് 55ൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ച് 3025 നമ്മുടെ ആൻസറായി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ ഘനങ്ങളുടെ തുക. ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 എടുത്തിട്ട് അതിൻ്റെ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ n-ൻ്റെ വാല്യൂ എത്രയാ? 20. അപ്പോൾ നമ്മൾ n-ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. n ഇൻറ്റു എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 20 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 20 ഇൻറ്റു 20 പ്ലസ് 1 എത്രയാ? 21 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. മാത്രം ചെയ്താൽ പോരാ, അതിൻ്റെ എന്ത് ചെയ്യണം? ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം കേട്ടോ. ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് വെട്ടിച്ചുരുക്കാം അല്ലേ? 2ൽ 2 ഒരു തവണ പോകും. ഈ 20ൽ എത്ര പ്രാവശ്യം പോകും? 20ൽ 2 10 തവണ പോകും. 10 2 20 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 10 ഇൻറ്റു 21 ഹോൾ സ്ക്വയർ. 10 ഇൻറ്റു 21 എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 21ൻ്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ 210. 210ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? 210ൻ്റെ സ്ക്വയർ കാണാൻ 21ൻ്റെ സ്ക്വയർ ചെയ്തിട്ട് ഈ 0 സ്ക്വയർ ആയതുകൊണ്ട് 2 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 21ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 441 എന്ന് കിട്ടും. 0 എന്ന് പറയുന്നത് 2 എണ്ണം ഇട്ട് കൊടുത്താൽ മതി സ്ക്വയർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്ന ഇന്നത്തെ ക്ലാസ് കേട്ടോ. 5 ടൈപ്പിലുള്ള പ്രോബ്ലംസ്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇത് ബേസിക് ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലാണ് ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസൊക്കെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, മാത്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക.
വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. ടെലിഗ്രാമിൻ്റെ കാര്യം ആരും വിടരുത്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, PDF, നോട്ട്സും കാര്യങ്ങളൊക്കെ ടെലിഗ്രാം വഴിയാണ് വരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഈ ടോപ്പിക്ക് ഇന്ന് തന്നെ പഠിച്ചേക്കണം കേട്ടോ. ഇക്വേഷൻസ് ഒക്കെ പഠിച്ചേക്കണം. ഇക്വേഷൻസ് ഒട്ടും അറിയാത്തവരുണ്ടെങ്കിൽ ഒരു ചാർട്ടിലോ മറ്റോ എഴുതിയിട്ട് നിങ്ങൾ എപ്പോഴും കാണുന്നവിടെ റൂമിൽ ഇങ്ങനെ ഒട്ടിക്കുക, ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കത് മനസ്സിൽ പതിഞ്ഞോളും. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ പഠിക്കുക, റിവിഷനും ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.